اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഈ ഭവനത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവനെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ ദീൻ പഠിക്കാനും അത് ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സലഫുകളെ പിൻപറ്റുന്നതിൻ്റെ ശ്രേഷ്ഠതകളാണ്, ഫضലുകളാണ്. ഈ കിതാബിൻ്റെ അവസാനത്തെ ഭാഗമാണത്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സോടുകൂടി ഈ കിതാബ് പൂർത്തിയാവും. അടുത്ത ആഴ്ച മുതൽ നമുക്ക് ലുംഹത്തുൻ അൻ ഫിർഖത്തി ളാല്ല എന്നൊരു കിതാബുണ്ട്. സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ കിതാബാണ്. ഇൻഷാ അല്ലാഹ് അത് വായിക്കാം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയും പിന്നീട് അതിൽ നിന്നും തെറ്റിപ്പോയ മറ്റുള്ള ഇതര കക്ഷികളുടെ അഖീദയും വിശദീകരിക്കുന്ന കിതാബ്. അതിൽ അദ്ദേഹം ഓരോ കക്ഷികളെ സംബന്ധിച്ച് പറയുകയും ഈ കാലഘട്ടത്തിൽ അതിലേക്ക് ചേർക്കപ്പെടാൻ പറ്റുന്ന കക്ഷികളുടെ വാദങ്ങളും അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വായിച്ചു തുടങ്ങാം. ഇതിൽ അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ അബ്ദുറഹ്മാൻ അൽ ബുഖാരി റഹിമഹുല്ലാഹ് ഹഫിളഹുള്ളാഹ് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. സലഫുകളെ പിൻപറ്റുന്നതിൻ്റെ ശ്രേഷ്ഠതയായിട്ട് ഒന്നാമതായി പറഞ്ഞത് ഒരു ഇബാദത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ സഹാബാക്കളെ പിൻപറ്റാൻ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എന്താണ്? ഇബാദത്തായിട്ട് എണ്ണാവുന്നതാണ്. ആ രീതിയിൽ സലഫുകളെ പിൻപറ്റുന്നത് ഇബാദത്തായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. രണ്ടാമത്തത് സലഫുകളെ പിൻപറ്റുന്നവർ തങ്ങളുടെ ദീനിന്റെ വിഷയത്തിൽ ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്ന വിഷയത്തിൽ സലഫുകളെ മാതൃകയാക്കുന്നവർ മഅസൂമുൻ വ ആമിനുൻ മിനൽ വുഖൂഇ ഫിൽ ഇഖ്തിലാഫിൽ മദ്മൂമി വൽ ഫുർഖത്തിൽ മദ്മൂമ. അവർ പിഴച്ച കക്ഷികളിലേക്ക് ചേർക്കപ്പെടുന്നതിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരാണ്. അതേപോലെ തന്നെ ലലാലത്തിലാകുന്നതിൽ നിന്നും നിർഭയമുള്ളവരുമാണ്. കാരണം അവർ ദീൻ സ്വീകരിക്കുന്നത്, ദീൻ മനസ്സിലാക്കുന്നത് സലഫുകളിൽ നിന്നുമാണ്. അവർ ഒരിക്കലും പിഴച്ചവരല്ല, ലലാലത്തിലായ കക്ഷികളുമല്ല. മറിച്ച് അല്ലാഹു തൃപ്തിപ്പെട്ട ഒരു വിഭാഗം ആൾക്കാരാണ് അവർ. അദ്ദേഹം പറയാണ്, لأن نصوص الوحيين تأمر وتحث على الاجتماع والائتلاف على الحق وبالحق وللحق. മൂന്ന് കാര്യങ്ങൾ. ഖുർആന്റെയും സുന്നത്തിന്റെയും ആയാത്തുകൾ, അതുപോലെ തന്നെ റസൂലിന്റെ ഹദീസുകളും. തഅമുറു അത് നമ്മോട് കൽപ്പിക്കുന്നു, വതഹുസ്സു അത് നമ്മെ പ്രേരിപ്പിക്കുന്നു, അലൽ ഇജ്തിമാഇ ഇജ്തിമാഇനെ ഒരുമിച്ച് കൂടി നിൽക്കണം. മുഅ്മിനീങ്ങൾ എപ്പോഴും ഒറ്റക്കെട്ടായി ജീവിക്കേണ്ടവരാണ്. വൽ ഇഖ്തിലാഫി അതുപോലെ തന്നെ പരസ്പരം ഇണക്കമുള്ളവരായി ജീവിക്കേണ്ടവരാണ്. അലൽ ഹഖി ഹക്കിന്റെ മേൽ അവർ ഒരുമിച്ച് കൂടുന്നത്, അവർ കൂട്ടം കൂടി ഒപ്പമാകേണ്ടത് ഹക്കിന്റെ മേലാണ്. അതേപോലെ തന്നെ വബിൽ ഹഖി ഹക്ക് കൊണ്ടാണ് അവർ ഇജ്തിമാഅേണ്ടത്. അവർ ഒരുമിച്ച് കൂട്ടുന്നത് ഹക്കിനെ മുൻനിർത്തിയായിരിക്കണം, സത്യത്തെ മുൻനിർത്തിയായിരിക്കണം. അതേപോലെ തന്നെ വലിൽ ഹഖി ഹക്കിന് വേണ്ടി ആയിരിക്കണം അവർ ഒരുമിച്ച് കൂടേണ്ടത്. ഹക്കിന്റെ മേലാണ് അവർ ഒരുമിച്ച് കൂടുക, ഹക്ക് കൊണ്ടാണ് അവർ ഒരുമിച്ച് കൂടുക. അതുപോലെ തന്നെ ഹക്കിന് വേണ്ടി ആയിരിക്കണം അവർ ഒരുമിച്ച് കൂടേണ്ടത്.
അദ്ദേഹം ആയത്ത് പറയാണ്, വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. സൂറത്ത് ആല ഇംറാനിലെ ആയത്താണ്. വഅ്തസിമൂ ബിഹബ്ലില്ലാഹ്, അള്ളാഹുവിന്റെ പാർശ്വത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഹബ്ലുല്ലാഹ് മുഫസ്സിറുകൾ വിശദീകരിച്ചു അൽ ഖുർആൻ. ഹബ്ലുല്ലാഹ് വെച്ചാൽ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഭാഗത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖൂ, നിങ്ങൾ ഇഖ്തിലാഫിലാകരുത്, ഭിന്നിക്കരുത്. രണ്ടാമത്തെ ആയത്ത് അദ്ദേഹം കൊടുക്കുന്നത് വയഖൂലു ജല്ല വഅല വലാ തകൂനൂ മിനൽ മുശ്രികീന മിനല്ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅ വലാ തകൂനൂ മിനൽ മുശ്രികീൻ, നിങ്ങൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലാകാൻ പാടില്ല. എങ്ങനെയുള്ളവരാണ് അവർ? മിനല്ലദീന ഫറഖൂ ദീനഹും, അവർ അവരുടെ ദീനിനെ വിഭജിച്ചു. ഓരോരുത്തരും അവർക്കനുസരിച്ച് ദീനായി കണ്ടു, മനസ്സിലാക്കി, അത് ദീനായി ആചരിച്ചു. വകാനൂ ശിയഅ, അവർ ഓരോ വിഭാഗങ്ങളായി തീരുന്നു, ഓരോ കക്ഷികളായി തീരുന്നു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആകരുത്. നിങ്ങൾ അള്ളാഹുവിന്റെ വാർഷത്തെ മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഒന്നിച്ചിരിക്കണം. വജാഅ ഫി ഹദീസിൽ ഇർബാൽ അല്ലദി മർറ മഅന, നമുക്ക് മുമ്പ് കുറെ പ്രാവശ്യം നമ്മുടെ മുമ്പത്തെ ക്ലാസുകളിൽ കഴിഞ്ഞു പോയ ഹദീസാണ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അതിങ്ങനെയാണ്, ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ കണ്ടുമുട്ടും. അപ്പൊ സഹാബാത്ത് ചോദിക്കുന്നത് പോലെയാണ്, കഅന്നഹും ഖാലൂ ലഹു കൈഫൽ ഇസ്മതു യാ റസൂലല്ലാഹ്. ആ ഹദീസിന്റെ രണ്ടാമത്തെ ഭാഗം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ആ ഒരു സഹാബത്തിന്റെ ചോദ്യത്തിന്റെ മറുപടി എന്നോണമാണ്. സഹാബത്ത് ചോദിക്കണം, ആ ഇഖ്തിലാഫിൽ നിന്നും, ഭിന്നതയിൽ നിന്നും എങ്ങനെയാണ് അള്ളാന്റെ റസൂലെ നാം സുരക്ഷിതരാകേണ്ടത്? വകൈഫൻ നജാതു, ആ ഇഖ്തിലാഫിൽ നിന്ന് എങ്ങനെയാണ് വിജയം കൈവരിക്കേണ്ടത്? അജാബഹും, അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉത്തരം കൊടുത്തു, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗം സിദ്ധിച്ചവരായ എന്റെ ഖുലഫാക്കളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഇതാണ് അതിന് ഉത്തരം. ഇഖ്തിലാഫിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സുന്നത്തിനെ മുറുകെ പിടിക്കുക. ആ സുന്നത്തിന് എങ്ങനെ മുറുകെ പിടിക്കണം? സഹാബത്തിന്റെ മാതൃകയിൽ മുറുകെ പിടിക്കണം. ഇഖ്തിലാഫ് നമ്മൾ മുമ്പ് വിശദീകരിച്ചതാണ്. ഖവാരിജികൾ സഹാബത്തിനെതിരെ തിരിഞ്ഞു. അവർക്ക് അലി റളിയല്ലാഹു അൻഹുവിനെതിരെ അവർ ഓതിയത് ഖുർആന്റെ ആയത്താണ്, റസൂലിന്റെ ഹദീസാണ്. ഖദരിയാക്കളും പറയുന്നത് ഖുർആന്റെ ആയത്താണ്, റസൂലിന്റെ ഹദീസാണ്. പക്ഷെ അവർ സഹാബാക്കളിൽ നിന്നും മാറി നിൽക്കാൻ കാരണം, സഹാബത്ത് മനസ്സിലാക്കിയതുപോലെയല്ല ആ ആയത്തുകൾ അവർ മനസ്സിലാക്കിയത്. സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെയല്ല ആ ഹദീസ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു ഖുർആനിന്റെ ആയത്തും ഹദീസും നാം മനസ്സിലാക്കുന്നത് സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ആയിരിക്കണം. അതാണ് ഈ ഹദീസിൽ നിന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അദ്ദേഹം കൊടുക്കാൻ ഖാലൽ ഇമാം അൽ ബഗവി റഹിമഹുല്ലാഹ് ഫീ ശറഹ് സുന്ന, ശറഹ് സുന്ന എന്നതിന്റെ പ്രസിദ്ധമായ കിതാബാണ്. അതിൽ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫീഹി ഇശാറത്തുൻ ഇലാ ദുഹൂരിൽ ബിദ്അ വൽ അഹ്വാഇ, ഈ ഹദീസിൽ എന്തുണ്ട്? സൂചനയുണ്ട്. ഇലാ ദുഹൂരിൽ ബിദ്അ വൽ അഹ്വാ, എനിക്ക് എന്റെ കാലഘട്ടത്തിന് ശേഷം ബിദ്അത്തുകൾ വരുമെന്നും ഓരോരുത്തരും അവരുടെ ദേഹച്ചക്കനുസരിച്ച് സംസാരിക്കുമെന്നുള്ളതിന് സൂചന ഈ ഹദീസിലുണ്ട്. ഫഅമറ ബിലുസൂമി സുന്നതിഹി, ആ സമയത്ത് രക്ഷാമാർഗം നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് ആ ഫിത്നയിൽ നിന്നും രക്ഷപ്പെടണോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ കൽപ്പിച്ചു. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ കൽപ്പിച്ചു. വത്തമസ്സുകി ബിഹാ ബിഅബ്ലഗി വുജൂഹിൽ ജദ്ദി, കഴിവിന്റെ പരമാവധി ഒരാൾക്ക് എങ്ങനെയാണോ അവരുടെ മുറുകെ പിടിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ സഹാബാക്കളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ റസൂൽ കൽപ്പിച്ചു. വമുജാനബതി മാ ഉഹ്ദിസ അലാ ഖിലാഫിഹ, അതിനെതിരായിട്ട് ദീനിനും സഹാബാക്കൾ മനസ്സിലാക്കിയ ഫഹ്മു സഹാബാക്കൾക്കും
എതിരായിട്ട് ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. അപ്പൊ അതാണ് രക്ഷയുടെ മാർഗം. ഇഖ്തിലാഫുകളും ഭിന്നിപ്പുകളും ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ദീനിൽ സുരക്ഷിതമായിരിക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞെന്ന മാർഗം അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, അത് സഹാബത്തിന്റെ മാതൃകയിലായിരിക്കുക. അടുത്തത് അൽ ഫികാകു മിൻ സുബുലി ശൈത്താൻ. ശൈത്താന്റെ മാർഗത്തെ സംബന്ധിച്ച് ഒന്ന് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, സലഫിയത്ത്. അതിൽ നിന്ന് തെറ്റിപ്പോയതൊക്കെ എന്താണ്? ശൈത്താന്റെ മാർഗങ്ങളാണ്. ഖാല ഇമാം മുഹമ്മദ് ബിൻ നസ്ർ അൽ മർവസി ഫി കിതാബി സുന്ന. ഇമാം മർവസി അദ്ദേഹത്തിന്റെ അസുന്ന എന്ന കിതാബിൽ പറയാണ്, ഖാല അല്ലാഹു അസ്സ വജൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വഅന്ന ഹാദാ, ഇത് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന ഈ മാർഗം സിറാത്തി മുസ്തഖീമ, എന്റെ നേരായ മാർഗമാണ്. അള്ളാഹുവിലേക്ക് എത്താനും അവിടുന്ന് സ്വർഗത്തിലെത്താനും ഒറ്റൊരു മാർഗമേ ഉള്ളൂ. അത് അള്ളാഹുന്റെ റസൂൽ കാണിച്ചെന്ന മാർഗമാണ്. ഫത്തബിഊഹു, അതുകൊണ്ട് നിങ്ങൾ അതിനെ പിൻപറ്റുക. വലാ തത്തബിഉസ് സുബുല, മറ്റുള്ള മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അതെങ്ങനെയായാലും ആരിലൂടെ ആയാലും അള്ളാഹുന്റെ റസൂൽ കാണിച്ചെന്ന മാർഗം സഹാബാക്കളിലൂടെ നിങ്ങൾ പിൻപറ്റുക. അതല്ലാത്തൊരു മാർഗം നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, കാരണം ആ ഒരു മാർഗങ്ങളിലൂടെ നിങ്ങൾ പോയാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങൾ അത് തെറ്റിച്ചു കളയും. ദാലികും വസ്സാകും ബിഹി, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വസിയ്യത്ത് നൽകിയത്. പറയാണ് ഫഅഖ്ബറനല്ലാഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ നമുക്ക് അറിയിച്ചു തന്നു, അന്ന ത്വരീഖഹു വാഹിദുൻ മുസ്തഖീമുൻ, അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗം അതൊന്നാണ്, അത് നേരായ മാർഗമാണ്. വഅന്ന സുബുല കസീറത്തുൻ, അതല്ലാത്ത മറ്റുള്ള മാർഗങ്ങൾ കുറേ ഉണ്ട്, അല്ലേ? യാഥാർത്ഥ്യം അതല്ലേ? അള്ളാഹുവിലേക്ക് എത്തുന്ന മാർഗം ഒറ്റൊന്നേ ഉള്ളൂ. അതല്ലാത്തത് കുറേ ഉണ്ടാവും, ധാരാളം കാണാൻ കഴിയും. തസുദ്ദു മനിത്തബഅഹ അൻ ത്വരീഖിഹി അൽ മുസ്തഖീം, ആ മാർഗങ്ങള് അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് അവനെ അതിൽ നിന്നും തടയുകയും ചെയ്യും. ثم بين لنا النبي صلى الله عليه وسلم ذلك بسنته, ആ അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ മാർഗം ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു. അദ്ദേഹം ثم أسند حديث عبد الله بن مسعود رضي الله عنه وهو عند الإمام أحمد وغيره وهو صحيح. ഇമാം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അത് അദ്ദേഹം ചേർക്കണം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസ് സഹീഹായ ഹദീസാണ്. ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് മുന്നിൽ ഒരു വര വരച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഹാദാ സബീലുല്ലാഹി, ഇതാണ് അല്ലാഹുവിന്റെ മാർഗം. സുമ്മ ഖത്ത ഖുതൂതൻ അൻ ശിമാലിഹി വഅൻ യമീനിഹി, പിന്നെ ആ നേരായ വരക്ക് ഇടതുഭാഗത്തും ഇടതുമായിട്ട് ധാരാളം വരകൾ അല്ലാഹുവിന്റെ റസൂൽ വരച്ചു. സുമ്മ ഖാല, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹാദിഹി സുബുലുൻ, ഇതാണ് മറ്റുള്ള മാർഗങ്ങൾ. ഒന്ന് നേരായ മാർഗം അള്ളാഹുവിലേക്ക്, അതിന്റെ ഇടതും വലതുമുള്ള മറ്റുള്ള വരകൾ സുബുലായിട്ട് അള്ളാഹു പറഞ്ഞ സുബുലായിട്ട് റസൂൽ പരിചയപ്പെടുത്തി. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി, ആ എല്ലാ മാർഗത്തിലും പിശാച് ഒളിഞ്ഞിരിപ്പുണ്ട്. യദ്ഉ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കുന്നവനായിട്ട്. ثم قرأ, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതി, وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله. വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. ഒറ്റൊരു മാർഗ്ഗമേ അള്ളാഹുവിലേക്ക് എത്താനുള്ളൂ, മറ്റൊക്കെ പഴച്ചതാണ്, അതൊക്കെ ശൈത്താന്റെ മാർഗങ്ങളാണ്. ثم ذكر بعض طرق الحديث ثم قال فحذرنا الله ثم رسوله المحدثات والأهواء الصادة عن اتباع أمر الله وسنة نبيه صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു ഖുർആനിൽ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തെ പിൻപറ്റാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റാൻ പറഞ്ഞു. അതാണ് ആ മുസ്തഖീമായ മാർഗം. എന്നിട്ട് രണ്ടാമത് അള്ളാഹും അള്ളാഹുന്റെ റസൂലും പറഞ്ഞത് മുഹ്ദസാത്തുകളിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നുള്ള താക്കീതാണ്. അള്ളാഹുവിന്റെ ഖുർആനിലും ആയത്തിൽ വലാ തത്തബിഉസ് സുബുൽ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കപ്പെട്ട ആ മാർഗങ്ങളെ പിൻപറ്റരുത്. ബിദ്അത്തിൽ നിന്നുള്ള താക്കീതാണ് അത്.
അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇയ്യാകും വൽ മുഹ്ദസാത്തുൽ ഉമൂർ, നിങ്ങൾ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളെ സൂക്ഷിക്കുക. അള്ളാഹും അള്ളാഹിന്റെ റസൂലും ആദ്യം നേരായ മാർഗത്തെ പറ്റി പരിചയപ്പെടുത്തി, രണ്ടാമത് ബിദ്അത്തുകളിൽ നിന്നും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു, താക്കീത് നൽകുകയും ചെയ്തു. ഫഹാദൽ ഹദീസു, ഈ ഹദീസ് ലാഹിറുൻ ഫി അന്ന മൻ ഇൽതസമ ബിമൻഹജിൻ നുബുവ്വ, ഈ ഹദീസിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, ആരെങ്കിലും നുബൂവത്തിന്റെ മാർഗം സ്വീകരിച്ചാൽ അമിന മിനൽ വുഖൂഇ ഫീ ശിറാഖി സുബുലിശ് ശൈത്താനി വതുറുഖി ഗിവായതിഹി, അവൻ പിശാചിന്റെ മാർഗത്തിൽ ചെന്നുപെടുന്നതിൽ നിന്നും നിർഭയത്വമുള്ളവനാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗത്തെ ഒരാൾ സ്വീകരിച്ചാൽ ഒരിക്കലും അവൻ പിശാചിന്റെ മാർഗത്തിലേക്ക് എത്തിപ്പെടൂല. അവൻ പൂർണ്ണമായും അതിൽ നിർഭയത്വമുള്ളവനാണ്. വമൻ ഹാദ അൻ സബീലിൽ മുഅ്മിനീൻ, ആരെങ്കിലും മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗത്തേക്ക് തെറ്റിപ്പോവുകയാണെങ്കിൽ വഖഅ ഫീ ഹബാഇലി ശൈത്താനി വൽ ഇയാദു ബില്ലാഹ്, അവൻ പിശാചിന്റെ വഴിയിൽപ്പെട്ടു, അവന് പിന്നെ രക്ഷയില്ല. അള്ളാഹു കാക്കട്ടെ. പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹുടെ ഒരു ഖൗൽ ഉദ്ധരിക്കാൻ, യഖൂലുൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഫീ കിതാബി അൽ ഫവായിദ്, അൽ ഫവായിദ് എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹു ഉദ്ധരിക്കാൻ, ലമ്മാ അഅറള അന്നാസു അൻ തഹ്കീമിൽ കിതാബി വസ്സുന്നതി വൽ മുഹാകമതി ഇലൈഹിമ, അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അത് രണ്ടിനെയും വിധി കൽപ്പിക്കുന്ന കാര്യത്തിൽ നിന്നും ജനങ്ങൾ പിന്തിരിഞ്ഞപ്പോൾ, വഅതഖദു അദമൽ ഇക്തിഫാഇ ബിഹിമ, ആ രണ്ടും മാത്രം മതിയാകൂല എന്ന് ജനങ്ങൾ വിശ്വസിച്ചപ്പോൾ, വഅദലു ഇലൽ ആറാഇ വൽ ഖിയാസ് വൽ ഇസ്തിഹ്സാനി വഅഖ്വാലിശ് ശുയൂഖി, അവർ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കും അവരുടെ താരതമ്യം ചെയ്യുന്നതിലേക്കും അതുപോലെ തന്നെ വലിയ വലിയ മശായിഖ്മാർ ഷെയ്ഖന്മാരുടെ വാക്കുകളിലേക്കും അവർ തിരിഞ്ഞപ്പോൾ, അറളലഹും മിൻ ദാലിക ഫസാദുൻ ഫീ ഫിതരിഹിം, അവരുടെ മനുഷ്യത്വത്തിൽ തന്നെ അത് ഫസാദ് ഉണ്ടാക്കി കളഞ്ഞു. വദുൽമതുൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിൽ അതൊരു അന്ധകാരത്തെ നിറച്ചു. വഖദറുൻ ഫീ അഫ്ഹാമിഹിം, അവരുടെ ചിന്തകളിൽ അത് മോശത്തരത്തെ നിറച്ചു. വമഹ്ഖുൻ ഫീ ഉഖൂലിഹിം, അവരുടെ ബുദ്ധിയിൽ അത് നിഷ്ഫലമാക്കി, ബുദ്ധിയെ ഇല്ലാതാക്കി കളഞ്ഞു. അള്ളാഹുവിന്റെ സുന്നത്തിനെയും ഖുർആനെയും വിട്ടിട്ട് മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പിറകെ പോയപ്പോ അവരുടെ എല്ലാ ഭാഗങ്ങളും ഫസാദായി. വഅമ്മത്തുഹും ഹാദിഹിൽ ഉമൂർ, അവരുടെ പിന്നെ അവരുടെ എല്ലാ ജീവിത രീതിയിലും ഇത് ബാധിച്ചു. വഗലബത അലൈഹിം ഹത്താ റബഅ അലൈഹ അസ്സഗീറു വഹറമ അലൈഹ അൽകബീറു ഫലം യറൗഹാ മുൻകറ, ആദ്യം ചെറിയ രീതിയിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ സ്വീകരിച്ചു. ഓന്റെ ശരീരം എന്താ, ഓന്റെ നഫ്സ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് മുൻതൂക്കം നൽകി, ഹദീസിനേക്കാളും ഖുർആനേക്കാളും അതിന് മുൻതൂക്കം നൽകി. പിന്നെ അതെന്ത് ചെയ്യും, അതെന്റെ ശീലമായിട്ട് മാറും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ഒരു രീതി കടന്നുകൂടും. അവന്റെ വിശ്വാസപരമായ കാര്യങ്ങളിലാണെങ്കിലും അവന്റെ ഇബാദത്തുപരമായ കാര്യങ്ങളിലാണെങ്കിലും മുആമലാത്തുകളിലാണെങ്കിലും അഖ്ലാഖുകളിലാണെങ്കിലും എല്ലാം പിന്നെ ആ ഒരു രീതിയായിരിക്കും. ഖുർആനെയും സുന്നത്തിനും പാടെ മാറ്റിവെക്കുന്ന ഒരു രീതി. അങ്ങനെ ആ രീതിയിൽ പിന്നെ ചെറിയൊരു തലമുറ വളർന്നു വരും. അതിലുണ്ടായിരുന്നവർ വാർദ്ധക്യത്തിൽ കടന്നു പോകും. ഫലം യറൗ മുൻകറ, അതൊരു മോശമായിട്ട് പിന്നെ അവർ കാണുകയില്ല, അവർ അങ്ങനെ തന്നെ ആയിത്തീരും. വല്ലാത്തൊരു ഒരു ഭയാനകമായ രംഗത്തിലേക്ക് അവർ എത്തും. പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. പിന്നെ പറയാം, ആരെങ്കിലും സലഫുകളെ പിൻപറ്റിയാൽ അന്നൽ മുൽതസിമ ബിഹാ ലഹു അജ്റു മൻ തബിഅഹു, ആരെങ്കിലും ഒരു സുന്നത്ത് ഒരാൾക്ക് കാണിച്ചു കൊടുത്താൽ, ഒരു സുന്നത്തിനെ ജീവിപ്പിച്ചാൽ, അത് ആരൊക്കെയാണോ ചെയ്യുന്നത് അതിന്റെ എല്ലാവരുടെയും പ്രതിഫലം ഇവന് ലഭിക്കും. ലിമാ അഖ്റജഹുൽ ഇമാമു മുസ്ലിം മിൻ ഹദീസ് ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഖൗലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ജരീർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു സുന്നത്തിന്, നല്ലതായ ഒരു സുന്നത്തിനെ അവൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്താൽ ഫലഹു അജ്റുഹ, ആ ചെയ്ത അവൻ അതിന്റെ പ്രതിഫലമുണ്ട്. വഅജ്റു മൻ അമില ബിഹാ ബഅദഹു, അവന്റെ ജീവിതശേഷം ആരൊക്കെയാണോ ആ സുന്നത്ത് ഇവനെ കണ്ട് ചെയ്യുന്നത്, പ്രാവർത്തികമാക്കുന്നത്, അവരുടെ പ്രതിഫലം അവനുണ്ട്.
മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ. അവന്റെ ശേഷം ആരൊക്കെയാണോ ആ സുന്നത്തിനെ ജീവിപ്പിക്കുന്നത്, ആ സുന്നത്ത് ചെയ്യുന്നത്, അവരുടെ ഒരു പ്രതിഫലം ഒട്ടും കുറയാതെ ഇവൻക്ക് അവരുടെ പ്രതിഫലം കിട്ടുമെന്ന്. ഹാദാ ഹദീസുൻ ظاهر الدلالة على عظيم أجر من أحيا هدي النبي صلى الله عليه وسلم. അള്ളാഹുവിന്റെ ഒരു സമൂഹത്തിൽ, ഒരു സമുദായത്തിൽ, ഒരു നാട്ടില് ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ ഖിയാമത്ത് നാൾ വരെ അവന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലത്തെയാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. വഹദിയ അസ്ഹാബിഹി റിദ്വാനുല്ലാഹി അലൈഹിം വസലഫിൽ ഉമ്മത്തി സാലിഹ്. അതുപോലെ തന്നെ സഹാബാക്കളുടെ സുന്നത്തിനെയും ഈ മുൻഗാമികൾ സലഫു സാലിഹ്യങ്ങളുടെ സുന്നത്തിനെയും ആരെങ്കിലും ഒരു സമുദായത്തിൽ നടപ്പിലാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ അവന് പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. വനശറ ذلك في الناس فاقتدى به غيره فله أجر من عمل به دون أن ينقص من أجر ذلك شيئا. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ആരൊക്കെയാണോ ഇതിന്റെ പിറകെ ഈ സുന്നത്ത് ചെയ്തുകൊണ്ട് വരുന്നത്, അവരുടെയൊക്കെ പ്രതിഫലം ഒന്നും കുറയാതെ തന്നെ ഇവൻ അവരുടേതായ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. വലിയ കാര്യമാണ്. അതുകൊണ്ട് ഒരു നാട്ടിലൊരു സുന്നത്തിനെ ജീവിപ്പിക്കുക, ഒരു സുന്നത്തിനെ ആ നാട്ടിൽ പ്രാവർത്തികമായി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഫീഹി അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്തി വസന്നി സുനനിൽ ഹസനാത്തി വത്തഹ്ദീരി والتحذير من الاختراع الأباطيل والمستقبحات. ഈ ഹദീസിൽ ഒരു സുന്നത്തിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് അത് ചെയ്യാൻ ആരംഭിക്കുക, ഒരു നാട്ടിൽ ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം ഇതിലുണ്ട്. അത് ഹദീസ് പ്രേരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിലുള്ള ബിദ്അത്തുകൾക്കെതിരെ ശ്രദ്ധിക്കുക, ആ ബിദ്അത്തുകളെ ഇല്ലാതാക്കുക, അതിനുവേണ്ടി പ്രവർത്തനം തുടങ്ങുക, ആരംഭിക്കുക എന്നതിനും ഈ ഹദീസിൽ വലിയ പ്രേരണയുണ്ടെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം, ആരാണ് ഈ സലഫിയത്തിനെ മുറുകെ പിടിക്കുന്നത്, സലഫുകളെ മുറുകെ പിടിക്കുന്നത്, അവരുടെ മനഹജ് അനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, അവർക്ക് ലിസ്സആദത്തി ഫിദ്ദാറൈൻ, ഇരു ലോകത്തും വിജയം അവർക്കുള്ളതാണ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം അവർക്കുള്ളതാണ്. മറ്റെല്ലാം ദലാലത്തിലാണ്, വഴികേടിലാണ്. والسبب في هذه السعادة أنه ممتثل لأمر الله وأمر رسول الله صلى الله عليه وسلم. ഈ ലോകത്ത് ഇരു ലോകത്തും വിജയിക്കാനുള്ള കാരണം അതിന് അള്ളാഹു നിശ്ചയിച്ചത് അള്ളാഹുവിന്റെയും അള്ളാഹിന്റെ റസൂലിന്റെയും കൽപ്പനകളെ അനുസരിക്കുന്നതിലാണ്. അള്ളാഹിന്റെ റസൂലിന്റെയും അള്ളാഹിന്റെയും കൽപ്പന അനുസരിച്ച് ആരാണോ ജീവിക്കുന്നത്, അവൻ ഇരു ലോകത്തും വിജയമുണ്ട്. ബിഖിലാഫിൽ മുഅ്രിദി അൻഹാ അല്ലദീ തവഅദഹു അല്ലാഹു ബിഖൗലിഹി. ആ അള്ളാഹിന്റെ കൽപ്പനയിൽ നിന്നും റസൂലിന്റെ കൽപ്പനയിൽ നിന്നും മുഖം തിരിക്കുന്നവൻ, മാറി നിൽക്കുന്നവന് വിപരീതമായിട്ട് അതിനെ അംഗീകരിക്കുന്നവനും അതിനെ പിൻപറ്റുന്നവനും അവർക്കാണ് വിജയം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ആരാണോ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും മാറി നിൽക്കുന്നത്, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ഇടുങ്ങിയ പ്രയാസമുള്ള ജീവിതം നൽകും. വനഹ്ശുറുഹു, അള്ളാഹു അവനെ ഒരുമിച്ച് കൂട്ടും നാളെ ഖിയാമത്ത് നാളിൽ അഅമ, അന്ധത ബാധിച്ചവരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടും. അപ്പൊ ചോദിക്കും, അള്ളാഹുവെ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നു, എന്റെ കാഴ്ച എവിടെ പോയി? അപ്പൊ പറയും, അന്ന് അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടപ്പോ നീ അന്ധത ബാധിച്ചവനെ പോലെ നടിച്ചു, അതുകൊണ്ട് ഇന്ന് നീ അന്ധനായി തീരുക. അപ്പം അൽ മുതമസ്സികു മുത്തബഉൻ ഗൈറു മുഅ്രിദിൻ, സലഫു സാലിഹ്യങ്ങളുടെ മനഹജിനെ മുറുകെ പിടിക്കുന്നവൻ അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും മാറി നിൽക്കുന്നവനാകൂല, അതിനെ പിൻപറ്റുന്നവനാണ്. ഫഹുവ ദാകിറുൻ ലിറബ്ബിഹ്, അവൻ എപ്പോഴും അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്നവനായിരിക്കും. അതുപോലെ തന്നെ മുത്തബിഉൻ ലിനബിയ്യിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സലഫു മനഹജു സലഫിനെ മുറുകെ പിടിക്കുന്നവൻ അവൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവനായിരിക്കും, അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്നവനായിരിക്കും. ലിദാ ഫഹുവ മൗഊദുൻ ബിന്നഈമിൽ മുഖീമി വൽ അജ്രിൽ അമീമി. അതുകൊണ്ട് തന്നെ സലഫി മനഹജു സലഫിനെ മുറുകെ പിടിക്കുന്നവൻ ഈ വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടവനാണ്. അദ്ദേഹം ആയത്ത് പറയാണ്, ഖാല തആല തിൽക ഹുദൂദുല്ലാഹി വമൻ യുതിഇല്ലാഹ വറസൂലഹു
يدخله جنات تجري من تحتها الأنهار خالدين فيها وذلك الفوز العظيم تلك حدود الله. അത് അള്ളാഹുവിന്റെ അതിർവരമ്പാണ്. അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണത്. ومن يطع الله ورسوله, ആരാണ് അള്ളാഹുവിനെയും അള്ളാന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവിയൊഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ, അവൻ അതിൽ ശാശ്വതനായിരിക്കും. വദാലികൽ ഫൗസുൽ അദീം, അതാണ് യഥാർത്ഥ വിജയം. അതുപോലെ തന്നെ ദുനിയാവിലുള്ള വിജയം അവനക്കുള്ളതാണ്, ആഖിറത്തിലുള്ള സ്വർഗം കൊണ്ടുള്ള വിജയവും അവനുള്ളതാണ്. അഥവാ മൻഹജു സലഫിനെ മുറുകെ പിടിക്കുന്നവൻ. കാരണം അവൻ എന്തായിരിക്കും, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്നവനായിരിക്കും, അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കും, അള്ളാഹിന്റെ റസൂലിനെ പിൻപറ്റുന്നവനായിരിക്കും. വഖാല തആല, അദ്ദേഹം ഒരു ആയത്ത് കൊടുക്കാൻ, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി ذلك خير وأحسن تأويلا. فإن تنازعتم في شيء, നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ, പരസ്പരം തർക്കത്തിലായാൽ, ഫറുദ്ദൂ ഇലല്ലാഹി വറസൂൽ, ആ കാര്യത്തിന് അള്ളാഹുവിലേക്കും അള്ളാഹിന്റെ റസൂലിലേക്കും മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങൾ ഖിയാമത്ത് നാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നിങ്ങൾ കിതാബിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അഥവാ മനഹജ് സലഫിലേക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പരിഹാരം നമുക്ക് അതിലുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, അദ്ദേഹത്തിന്റെ റിസാലത്തു തബൂക്കിയ എന്ന ചെറിയ റിസാലയുണ്ട്, അതിൽ അദ്ദേഹം പറയാണ്, ഈ ആയത്ത് കൊടുത്തിട്ട്, ദല്ല ഹാദാ അലാ അന്ന താഅത്തല്ലാഹി വതാഅത്തർ റസൂലി വതഹ്കീമല്ലാഹി വറസൂലിഹി ഹുവ സബബു സആദത്തി ആജിലൻ വആജില. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നത്, ആരാണോ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും അനുസരിക്കുകയും എല്ലാ രീതിയിലും അവർക്ക് പൂർണ്ണമായും കീഴൊതുങ്ങുകയും ചെയ്യുന്നത്, അവന് ഇഹലോകത്തും ആഖിറത്തിലും ദുനിയാവിലും അവനക്കാണ് വിജയം. വമൻ തദബ്ബറൽ ആലമ വശുറൂറൽ വാഖിഅത ഫീഹി, ആരെങ്കിലും ഈ ലോകത്തെ സംബന്ധിച്ചും അതിലുള്ള ഫിത്നകളെയും പ്രശ്നങ്ങളെയും സംബന്ധിച്ച് ആരെങ്കിലും ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആലിമ, അവന് മനസ്സിലാക്കാൻ കഴിയും, അന്ന കുല്ല ശർരിൻ ഫിൽ ആലമി സബബുഹു മുഖാലഫത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ലോകത്ത് മനുഷ്യനുണ്ടാകുന്ന എല്ലാ ഷർറിന്റെയും കാരണം അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കലാണ്, റസൂലിനെതിരാകലാണ്. വൽ ഖുറൂജു അൻ താഅതിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ അനുസരണയിൽ നിന്നും പുറത്തു കടക്കലാണ് എല്ലാ ഷർറുകൾക്കുമുള്ള കാരണം. വകുല്ലു ഖൈരിൻ ഫിൽ ആലമി, ഇനി ഈ ലോകത്തുള്ള എല്ലാ ഖൈറും അതിന്റെ കാരണം ത്വാഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലാണ്. വകദാലിക ശുറൂറുൽ ആഖിറതി വആലാമുഹാ വഅദാബുഹാ, ദുനിയാവിൽ അങ്ങനെയാണെങ്കിൽ ദുനിയാവിലുള്ള എല്ലാ ഷർറുകളും ഫിത്നകളുടെയും തുടക്കം, അതിന്റെ കാരണം അള്ളാഹിന്റെ റസൂലിനെ ധിക്കരിക്കലാണ്, റസൂലിനെതിര് പ്രവർത്തിക്കലാണ്. ദുനിയാവിലുള്ള വിജയത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം, എല്ലാ ഖൈറുകൾക്കും കാരണം അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കലാണെങ്കിൽ, എന്നാൽ ആഖിറത്തിലുള്ള വിജയം, അതുപോലെ തന്നെ ആഖിറത്തിലുള്ള വേദനയും അതുപോലെ തന്നെ ശിക്ഷയും, ഇന്നമാ ഹുവ മിൻ മൂജിബാതി മുഖാലഫത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായിട്ടും ആഖിറത്തിൽ ഒരാൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ആഖിറത്തിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ, മരണത്തിന് ശേഷം, ആഖിറം എന്ന് പറഞ്ഞാൽ ഒരാളുടെ മരണത്തിന് ശേഷം ആഖിറായി, അവന്റെ മരണത്തിന് ശേഷം അവൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, വേദനിക്കുന്നുണ്ടെങ്കിൽ, ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് അള്ളാഹിന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചതിന് നിർബന്ധമായി കിട്ടേണ്ട കാര്യമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചോ, എല്ലാ ഷർറുകളും ആഖിറത്തിലും ദുനിയാവിലും അവനുണ്ടാവും. അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്തോ, ആഖിറത്തിലും ദുനിയാവിലും എല്ലാ ഖൈറുകളും അവനുണ്ടാവും. فعاد شر الدنيا والآخرة إلى مخالفة الرسول وما يترتب عليه, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഷർറുകളും മടങ്ങുന്നത് അള്ളാഹിന്റെ റസൂലിനോടുള്ള ധിക്കാരത്തിലേക്കാണ്, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കാതിരിക്കുന്നതിലേക്കാണ്. എന്ന് പറയാം, ഫലൗ അന്നന്നാസ അതാഉ അർ-റസൂല ഹഖ്ഖ ത്വാഅതിഹി, ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ എങ്ങനെയാണോ അനുസരിക്കേണ്ടത് ആ രീതിയിൽ ജനങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ,
ലം യകുൻ ഫിൽ അർളി ശർറുൻ ഖത്തു, ഭൂമിയിൽ ഒരു ഷർറും ഉണ്ടാകൂല, ഒരു ഫിത്നയും ഭൂമിയിൽ ഉണ്ടാകൂല. വഹാദ കമാ അന്നഹു മഅലൂമുൻ ഫി ശുറൂരിൽ ആമ്മത്തി വൽ മസാഇബിൽ വാഖിഅത്തി ഫിൽ അർളി. ഇത് ആ ഭൂമിയിൽ നടക്കുന്ന ഷർറുകളുടെയും മുസീബത്തുകളെയും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ ഒക്കെ ഉത്ഭവം, അതിന്റെ തുടക്കം, അതിന്റെ കാരണം അള്ളാന്റെ റസൂലിനുള്ള ധിക്കാരം പ്രവർത്തിക്കലാണ്. അപ്പൊ എല്ലാവരും റസൂൽ എങ്ങനെയാണോ അനുസരിക്കേണ്ടത് ആ രീതിയിൽ അനുസരിച്ചാൽ ഭൂമിയിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ തന്നെ فكذلك هو في الشد والألم والغم الذي يصيب العبد في نفسه فإنما هو بسبب مخالفة الرسول صلى الله عليه وسلم. ഒരാളുടെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അപകടങ്ങൾ, മുസീബത്തുകൾ, ഇതൊക്കെ അവൻ സഹിക്കേണ്ടിയും പ്രയാസപ്പെടും സഹിക്കേണ്ടിയും വരുന്നത് അതിൻ്റെയും കാരണം അവന്റെ വ്യക്തി ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ധിക്കാരം പ്രവർത്തനത്തിലൂടെയാണ്. കാരണം വലിഅന്ന തഅതഹു ഹിയൽ ഹിസ്നുൽ ലദി മൻ ദഖലഹു കാന മിനൽ ആമിനീൻ. അല്ലാഹുവിന്റെ റസൂലിനോടുള്ള അനുസരണം, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക എന്നുള്ളത് അത് മുഅ്മിന്റെ ഒരു രക്ഷാ കവചമാണ്. അതിൽ ആരെങ്കിലും പ്രവേശിക്കുകയാണെങ്കിൽ കാന മിനൽ ആമിനീൻ, അവൻ നിർഭയത്വമുള്ളവനാണ്. വൽ കഹ്ഫുൽ ലദി മൻ ലജഅ ഇലൈഹി കാന മിനൻ നാജീൻ. ആരാണോ അതിലേക്ക് പ്രവേശിക്കുന്നത് അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിലാണ്. فعلم أن شرور الدنيا والآخرة إنما سببه الجهل بما جاء به النبي صلى الله عليه وسلم والخروج عنه. ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകുന്ന എല്ലാ ഷർറുകളുടെയും കാരണം അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെ അറിയാതിരിക്കലാണ്, ജഹലാണ്. അള്ളാഹിന്റെ റസൂലിന്റെ സുന്നത്തിനെ അറിയില്ല, ആ സുന്നത്ത് എന്താണെന്ന് പോലും അറിയില്ല. അതാണ് അത് എല്ലാത്തിനും കാരണം. അതുകൊണ്ട് തന്നെ വഹാദാ ബുർഹാനുൻ ഖാതിഉൻ അലാ അന്നഹു ലാ നജാത ലിൽ അബ്ദി, ഒരടിമക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വലാ സആദത, ഇരു ലോകത്തും സമാധാനത്തോടെ ജീവിക്കാൻ അവന് കഴിയില്ല. ഇല്ലാ ബിൽ ഇജ്തിഹാദി ഫീ മഅരിഫതി മാ ജാഅ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ. അള്ളാഹിന്റെ റസൂലിന്റെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെന്ന കാര്യങ്ങൾ പഠിക്കാതെ മനസ്സിലാക്കാതെ വൽ ഖിയാമി ബിഹി അമല, അത് അമലിൽ കൊണ്ടുവരാതെയും ദുനിയാവിലെയും ആഖിറത്തിലുള്ളയും വിജയം ഒരാൾക്ക് കരസ്ഥമാക്കാൻ കഴിയില്ല. ഉറപ്പാണ്. അള്ളാഹു ജീവിതം വിജയം വെച്ചിട്ടുള്ളത് ദുനിയാവിലാണെങ്കിലും ആഖിറത്തിലാണെങ്കിലും അത് അള്ളാഹിന്റെ റസൂലിനനുസരിച്ച് ജീവിക്കുന്നതിനാണ്. അതല്ലാത്തൊരു മാർഗം മറ്റൊരാൾ പിൻപറ്റിയാൽ വല്ലാഹി അവനക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നാൽ ദുനിയാവിലുണ്ടാവൂല, എന്നാൽ ആഖിറത്തിലുണ്ടാവൂല. അവൻ ജീവിതത്തിൽ എപ്പോഴും പ്രയാസത്തിലായിരിക്കും, പ്രതിസന്ധിയിലായിരിക്കും, ബുദ്ധിമുട്ടിലായിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നതിന് എല്ലാവരും സലഫി എന്ന് വാദിക്കും, അതുകൊണ്ട് നീ വഞ്ചിതനാകരുത്. സലഫി സലഫി എന്ന് പറയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ചെന്നിട്ട് നീ വഞ്ചിതനാകരുത്. അദ്ദേഹം പറയാം, ലൈസ കുല്ലു മൻ ഇദ്ദഅ അസ്-സലഫിയ്യത സാദിഖുൻ ഫീ ദഅവാഹു. ഒരാൾ സലഫിയാണെന്ന് വാദിക്കുന്ന എല്ലാ ആൾക്കാരും അവരുടെ ആ വാദത്തിൽ സത്യസന്ധരല്ല. വഹാദാ അയ്യുഹൽ അഹിബ്ബത്തു ലൈസ മിന തഹ്ജീരി കല്ലാ വല്ലാഹി ബൽ ലാ ബുദ്ദ മിനൽ ബയ്യിനാതി അലാ ഹാദിഹി ദഅവ. ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അതിന് തെളിവ് ഉദ്ധരിക്കണമോ? അവന്റെ ജീവിതത്തിൽ ഓരോ പ്രവർത്തനങ്ങൾക്ക് എന്ത് വേണം? അടിസ്ഥാനം സലഫുകളിലേക്ക് ചേർക്കപ്പെടണം. അതാണ് അതിന്റെ തെളിവ്. ഒരാൾ ഞാൻ സലഫിയാണെന്ന് പറഞ്ഞു, ഞാൻ സലഫിയാണെന്ന് വാദിക്കുന്നു, വലിയ സംഘടന നേതാക്കന്മാരൊക്കെ ആയിരിക്കും, സംഘടനയുടെ വലിയ പ്രവർത്തനമുള്ള ആളായിരിക്കും, മെമ്പർഷിപ്പ് ഉള്ള ആളായിരിക്കും, അവൻ സലഫിയാണെന്ന് പറയും. പക്ഷെ അവന്റെ ജീവിതത്തിൽ അതില്ലെങ്കിൽ അവന്റെ ആ വാദം കള്ളമാണ്. എന്നാൽ ആഖിറത്തിൽ പരിഗണിക്കപ്പെടില്ല. ദുനിയാവിൽ വലിയ സംഘടന സലഫിന്റെ ആളല്ലായിരിക്കും, പക്ഷെ എന്നാൽ ആഖിറത്തിൽ അവന്റെ സലഫിയത്ത് ഒരു ഉപകാരത്തിന് എത്തൂല. കാരണം അവന്റെ ജീവിതത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളിലും എന്താണോ അവൻ ചെയ്യുന്നത്, എന്താണോ പറയുന്നത്, എന്താണോ അവൻ കാട്ടിക്കൂട്ടുന്നത്, എല്ലാത്തിലും സലഫുകളിലേക്ക് ചേർക്കാൻ അവന് കഴിയണം. അതാണ് സലഫി. അതില്ലെങ്കിൽ പിന്നെ സലഫി എന്നിട്ട് കാര്യമില്ലല്ലോ. ഒരാൾ സലഫിനെ വാദിക്കാണ്, അവന് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാണ്, അവന്റെ ബുദ്ധിക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാണ്. അവന് സലഫുകളിലേക്ക് ചേർക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവൻ ആവശ്യത്തിൽ സലഫിയല്ല. അതുകൊണ്ട് തന്നെ സലഫുകൾക്ക് ഒരിക്കലും എന്തില്ല, സലഫുകൾ പേടിക്കാനില്ല, ആരുടെ മുമ്പിലും അടിവതറൂല. കാരണം അവൻ എന്ത് പറഞ്ഞാലും അവൻ എന്ത് ചെയ്താലും അത് സലഫുകളിലേക്ക് ചേർക്കാനുള്ള തെളിവ് അവന്റെ അടുക്കലുണ്ട്. പിന്നെ ആര് പഠിക്കണ്ടത്? അതാണ് സലഫ്. അദ്ദേഹം പറയാൻ,
ഖാല ഇമാം അൽ ഹസൻ അൽ ബസരി റഹിമഹുല്ല, ഇമാം ഹസൻ അൽ ബസരി പറയാണ്, യബ്ന ആദം, ആദമിന്റെ മക്കളെ, ലാ തഗ്തറ ബിഖൗലി മൻ യഖൂൽ അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരാള് ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂട്ടത്തിലായിരിക്കുന്ന ആഖിറത്തിൽ എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് എല്ലായിടത്തും നിങ്ങൾ വഞ്ചിതരാകരുത്. കാരണം അവൻ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ എന്തില്ല, ഇഷ്ടപ്പെടുകൊണ്ട് മാത്രമല്ല, മറിച്ച് എന്താകണം, വലൻ തൽഹഖ ബിൽ അബ്റാരി ഹത്താ തത്തബിഅ ആസാറഹു. നല്ലവരുടെ കൂട്ടത്തിൽ അവൻ ചേർക്കപ്പെടുകയില്ല എപ്പോഴല്ലാതെ, വല ഹത്താ തത്തബിഅ ആസാറഹും, അവരെ പിൻപറ്റാതെ. ഒരാളെ നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കപ്പെടണമെങ്കിൽ അവരോടുള്ള മനസ്സിലുള്ള മഹബത്ത് മാത്രം പോരാ, മറിച്ച് അവരുടെ ആസാറുകൾ പിൻപറ്റുന്നവനായിരിക്കണം അവൻ. വതഖുദ ബിഹദിയിഹിം, അവരുടെ മാർഗം സ്വീകരിക്കുന്നവനായിരിക്കണം. വതഖ്തദിയ ബിസുന്നതിഹിം, അവരുടെ സുന്നത്തിനെ പിൻപറ്റുന്നവനായിരിക്കണം. വതുസ്ബിഹ വതുംസിയ വഅൻത അലാ മിൻഹാജിഹിം, എല്ലാ രാത്രിയും പകലും നിന്റെ ജീവിതത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്തും നീ അവരുടെ മാർഗത്തിലായിരിക്കണം. എന്നാലും നാളെ ആഖിറത്തിൽ അവരുടെ കൂടെ നിനക്ക് കഴിയുള്ളൂ. കാരണം നീ മനസ്സുകൊണ്ട് ഇങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയാ, നിനക്ക് തോന്നിയ പോലെ ജീവിക്കുക, ആരൊക്കെയോ പിൻപറ്റുക, ആരുടെയൊക്കെ മനഹജ് സ്വീകരിക്കുക, നീ അതിൽ വഞ്ചിതനാകരുത്. ആ വാക്കിൽ നീ വഞ്ചിതനാകരുത്, മറിച്ച് എന്ത് ചെയ്യണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഹരീസൻ അല അൻ തകൂന മിൻഹും, അവരുടെ കൂട്ടത്തിൽ നാളെ ആഖിറത്തിൽ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടണമെന്ന അതിയായ ആഗ്രഹത്തോടെ അവരെ നീ പിൻപറ്റണം, അവരുടെ മാർഗത്തിൽ നീ ചലിക്കണം. ഫതസ്ലുക സബീലഹും, അവർ ഏത് മാർഗത്തിലാണോ കടന്നുപോയത് അതേ വഴിയിൽ നീ പിൻപറ്റണം. വതഖുദ ത്വരീഖഹും, അവരുടെ മാർഗത്തെ നീ സ്വീകരിക്കണം. വഇൻ കുൻത മുഖസ്സിറൻ ഫിൽ അമലി, നീ അമലിൽ അവരത്തോളം എത്തുന്നില്ലെങ്കിലും, അമലുടെ വിഷയത്തിൽ ചിലപ്പോൾ അവരെ പോലെ നിനക്കാകൂല, പക്ഷെ നീ എന്തായിരിക്കണം, അവരുടെ മൻഹജിലായിരിക്കണം. എന്നാലേ അതെന്താ ചെയ്യുള്ളൂ, എന്നാൽ ആഖിറത്തിൽ അവരോടൊപ്പം എഴുന്നേൽപ്പിക്കാൻ കഴിയുള്ളൂ. ഫഇന്ന മിലാക്കൽ അംരി അൻ തകൂന അലാ ഇസ്തിഖാമത്തിൻ, മൊത്തത്തിൽ കാര്യം നീ അവരുടെ മൻഹജിലായിരിക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിന്റെ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും നീ അവരുടെ മൻഹജ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. എന്നാലും നാളെ ആഖിറത്തിൽ അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന ഹദീസിന്റെ കീഴിൽ സലഫുകളോടൊപ്പം നിനക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും, അവരുടെ പിൻപറ്റുക. വെറും വാദം കൊണ്ടായിക്കൂടാ. അദ്ദേഹം ഉദാഹരണം പറയാണ്, അമാ റഅയ്തൽ യഹൂദ വൻ നസാറ, യഹൂദികളെയും നസ്രാണികളെയും നിങ്ങൾ കണ്ടിട്ടില്ലേ? വഅഹ്ലൽ അഹ്വാഇൽ മുർദിയതി യുഹിബ്ബൂന അംബിയാഅഹും, അവരുടെ ദേഹച്ചന്റെ ആൾക്കാരാണ് യഹൂദികളും നസ്രാണികളും. യുഹിബ്ബൂന അംബിയാഅഹും, അവർ അവരുടെ പ്രവാചകന്മാരെ സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഈസാ നബിനെ സ്നേഹിക്കുന്നുണ്ട്, യഹൂദികൾ അവരുടെ പ്രവാചകനെ സ്നേഹിക്കുന്നുണ്ട്. അമാ തദ്ദഇ അൽ യഹൂദു വൻ നസാറ കദാലിക വഅഹ്ലുൽ അഹ്വാഇ, അവരും യഹൂദികളും നസ്രാണികളും വാദിക്കുന്നുണ്ട് അവർ അവരുടെ കൂടെയാണ്. അതുപോലെ തന്നെ അഹ്ലുൽ അഹ്വായി, ബിദഅത്തിന്റെ ആൾക്കാരും വാദിക്കുന്നുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. വലൈസു മഅഹും, പക്ഷെ യഥാർത്ഥത്തിൽ എന്തല്ല, അവരവരുടെ കൂട്ടത്തിലല്ല. എന്നാൽ ആഖിറത്തിൽ ഈസാ നബിയുടെ കൂട്ടത്തിലായിരിക്കൂല ഇന്നത്തെ ക്രിസ്ത്യാനികൾ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂട്ടത്തിലായിരിക്കൂല യഹൂദികൾ. അതുപോലെ തന്നെ നമ്മുടെ അഹ്ലുൽ ബിദഅത്തിന്റെ ആൾക്കാർ, ഖുറാഫാത്തിന്റെ ആൾക്കാർ, ഇല്ല ഇമാമികളൊക്കെ ചേർക്കുന്നുണ്ട്, കള്ള ചേർക്കൽ, പക്ഷെ അവരുടെ കൂടെ ഒന്നും ആയിരിക്കൂല നാളെ ആഖിറത്തിൽ ഇവരുണ്ടാവുക. ലിഅന്നഹും ഖാലഫൂഹും ഫിൽ ഖൗലി വൽ അമലി, കാരണം അവർ അവർ സ്നേഹം വാദിക്കുന്നുണ്ടെങ്കിലും, അവരുടെ മാർഗത്തിലാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇവർ അവർക്കെതിരാണ്. വസലകൂ ഗൈറ ത്വരീഖിഹിം, അവർ പ്രവേശിച്ചതല്ലാത്ത വേറെ ഏതോ മാർഗത്തിലൂടെയാണ് സഞ്ചരിച്ചത്. ഫസാറ മൗരിദുഹുമുൻ നാറ, ഇവർ ചെന്നെത്തുന്ന മാർഗം അത് നരകത്തിലേക്കുള്ളതാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹു നമ്മെ ഇതിൽ നിന്നും കാക്കട്ടെ. ഇത് വലിയ കാര്യമാണ്. ഏത് അഭിപ്രായങ്ങൾ പറയുമ്പോഴും, ഏത് രീതിയും ഏത് ഇത് നോക്കുമ്പോഴും നമുക്ക് അവിടെ സലഫി മനഹജ് മുറുകെ പിടിക്കണം. എന്താണോ സലഫുകൾ പറഞ്ഞത് ആ മാർഗത്തിലായിരിക്കണം നമ്മുടെ വാദങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാൻ, ലമ്മാ കസുറൽ മുദ്ദഊന ലിൽ മഹബ്ബത്തി, മഹബത്തിന്റെ കാരണം ഓരോരുത്തരും വാദിക്കാൻ, ഞാൻ അവരുടെ കൂടെയാണ്, ഞാൻ റസൂലിന്റെ കൂടെ, അങ്ങനെ വാദിക്കുന്നവർ അധികരിച്ചപ്പോൾ, തൂലിബൂ ബിൽ ബയ്യിനതി അല സിഹ്ഹത്തി ദഅവ, അവർ വാദിക്കുന്നതിന് ആ വാദത്തിന് തെളിവ് അവരോട് ആവശ്യപ്പെട്ടു. ഫലൗ യുഅത الناس بدعواهم لدع الخلي حرقة الشجي فتنوع المدعون في الشهود فقيل لا تقبل هذه الدعوة إلا ببينة.
അങ്ങനെ ഓരോരുത്തരും വാദിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ തെളിവുകൾ ആവശ്യപ്പെട്ടു. അവർക്ക് എന്ത് പറ്റിയിട്ടില്ല? തെളിവുകൾ നിരത്താൻ പറ്റിയിട്ടില്ല. അവരുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുക്കുമ്പോഴും ഈ ഈ പോയവർ മുൻഗാമികളുടെ മാർഗമല്ലാത്ത മറ്റുള്ള ആരുടെയോ മാർഗങ്ങളിലേക്കാണ് അവർ ചേർക്കപ്പെടുന്നതും അവർ ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഭാഗം നിങ്ങൾ ആകരുത്. എന്താണോ നിങ്ങൾ വാദിക്കുന്നത് അത് പൂർണ്ണമായിട്ടും സലഫി മൻഹജ് അനുസരിച്ച് അവരിലേക്ക് ചെന്നെത്തുന്നവരെ നിങ്ങൾ ആകണം. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഇമാം ഇബ്നുൽ ഖയ്യിമിന്റെ ബാക്കി ഭാഗം തന്നെയാണ്. വശിആറു അഹ്ലിസുന്നഹ്, അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അടയാളം എന്നുള്ളത് ഇത്തിബാഉഹും ലിസ്സലഫിസ് സാലിഹ്, സലഫുസ് സാലിഹീങ്ങളെ പിൻപറ്റുക എന്നുള്ളതാണ്. വതർക്കുഹും ലികുല്ലി മാ ഹുവ മുബ്തദഉൻ വമുഹ്ദസ്, പുതുതായി ഉണ്ടാക്കപ്പെട്ടതും ബിദഅത്തുമായ എല്ലാ കാര്യങ്ങളെയും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ അടയാളം. ഇദൻ ലൈസ കുല്ലു മൻ റഫഅ അശ്ശിആറ കാന സാദിഖ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ സലഫുകളെ പിൻപറ്റുന്നവനാണ്, ഞാൻ സലഫിയാണെന്ന് പറയുന്ന എല്ലാവരും എന്തല്ല, അവർ ആ വാദത്തിൽ സത്യസന്ധരല്ല. ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ വരുന്നത് വരെ. പിന്നെ ഓരോ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു. അവസാനം പറയുന്നത് ഇതിന്റെ ഫضലുകൾ, ഇതിന്റെ പ്രത്യേകതകൾ, സലഫിയത്തിന്റെ പ്രത്യേകതകൾ. തഖററ മിമ്മാ മള അന്ന السلفية هي الصراط المستقيم. ഇതുവരെ കഴിഞ്ഞ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അസ്സലഫിയത്ത് എന്നുള്ളതാണ് എന്ത്? അസ്സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത്. മൻ സലകഹ നജ, ആരാണോ അതിൽ പ്രവേശിക്കുന്നത് നജ, അവൻ വിജയിച്ചു. വമൻ തറകഹ ളല്ല വഗവ, ആരാണോ സലഫി മൻഹജിനെ ഒഴിവാക്കുന്നത് അവൻ വഴികേടിലായി പഴച്ചു. വൽ ഇയാദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. ലിദാ ഫലിഹാദൽ മൻഹജിൽ മുബാറകി ولهذه الدعوة المباركة جملة كبيرة من المزايا والسمات البارزة. അതുകൊണ്ട് തന്നെ ഈ ഒരു സലഫി മനഹജിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, എടുത്തു പറയാനുള്ള പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത് തഹ്ഖീഖുൽ ഉബൂദിയ്യത്തി ലില്ലാഹി ജല്ല വഅല, അള്ളാഹുവിന്റെ ഉബൂദിയത്തിനെ പൂർണ്ണമായിട്ടും യാഥാർത്ഥ്യമാക്കുക ജീവിതത്തിൽ. രണ്ടാമത്തത് തഹ്ഖീഖു തജ്രീദിൽ ഇത്തിബാഇ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിതത്തിന്റെ ഏത് മേഖലയിലും അള്ളാഹിന്റെ റസൂലിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. മൂന്നാമത്തത് ലുസൂമി ഫഹ്മി സലഫി സ്സാലിഹ് റളിയല്ലാഹു അൻഹും ലിൽ അദില്ലത്തി ശർഇയ്യ, ശർഇയ്യായ ദലീലുകൾ ഉദ്ധരിക്കുമ്പോൾ ആ ദലീലുകളുടെ ഫഹ്മു സലഫു സാലിഹ്, സഹാബാക്കൾ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അതിനെ മുറുകെ പിടിക്കും. അവിടെ ഭയങ്കര പോയിന്റാണ്. നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോഴും കുറേ ആൾക്കാരെ പഴച്ചത് അവിടെയാണ്. എല്ലാവരും ആയത്തും ഹദീസും ഉദ്ധരിക്കാറുണ്ട് അല്ലേ? പക്ഷെ എന്തില്ല, ഫഹ്മു സലഫു സാലിഹ് അവർക്ക് ഇതിലില്ല. അവർക്ക് അതിൽ കാണിക്കാൻ കഴിയില്ല. അവർക്ക് അതിൽ ഇതെങ്ങനെയാണ് സഹാബാക്കൾ ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കിയതെന്ന് പറയാൻ അവരെ കൊണ്ട് കഴിയില്ല. കാരണം അവർ അതിൽ സലഫി മനഹജിൽ നിന്ന് പഴച്ചവരാണ്, തെറ്റിപ്പോയവരാണ്. അതുപോലെ തന്നെ വഅദമിൽ ഖുറൂജി അൻ ദാലിക്, ഒരിക്കലും ഖുർആന്റെയും സുന്നത്തിനെയും ദലീലായി സ്വീകരിക്കുന്ന വിഷയത്തിൽ സലഫുകളെ മാറ്റി നിർത്തിയിട്ട് അതിൽ നിന്ന് പുറത്തവർ കിടക്കൂല. നാലാമത്തത് അൽ ഹദറു വത്തഹ്ദീറു മിനൽ ബിദ്അത്തി വൽ മുബ്തദിഅ, ബിദ്അത്തിനെ കണിശമായ രീതിയിൽ എതിർക്കും, അതിൽ നിന്നും താക്കീത് നൽകും. മുബ്തദിഇനെ നിന്നും താക്കീത് നൽകും. മുബ്തദിയെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും, താക്കീത് നൽകിക്കൊണ്ടേയിരിക്കും. അഞ്ചാമത്തത് അൽ വസതിയ്യത്തു ബൈനൽ ഗുലൂബി വൽ ജഫാ, വസതിയ്യത്ത് മികത്തം പാലിക്കും, ഒന്നിലും അതിര് കടക്കൂല, പറ്റ കുറയുകയും ചെയ്യൂല, മികത്തം പാലിക്കും. സലഫുകൾ എങ്ങനെയായിരുന്നോ അതേപോലെ ആയിരിക്കും. ആറാമത്തത് അസ്സബാതു അലൽ ഹഖ്, എന്ത് വന്നാലും സത്യത്തിന്റെ മേൽ ഉറച്ചു, അവന് സംശയങ്ങൾ ഉണ്ടാവൂല. കാരണം അവനെതിരെ സംസാരിക്കുന്നവർക്ക് ഇവനൊരിക്കലും അതിജയിക്കാൻ കഴിയില്ല, ഇവനെ തോപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവന്റെ കയ്യിൽ കിതാബും സുന്നത്തും സലഫു സാലിഹ്യങ്ങളാണ് ഉള്ളത്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഇവനെ മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും സത്യത്തിന്റെ മേൽ ധൈര്യത്തിൽ ഉറച്ചു നിൽക്കാൻ അവനെ കൊണ്ട് കഴിയും. ഏഴാമത്തത് അൽ ഹിർസു അലൽ ഇജ്തിമാഇ വൽ ഇഖ്തിലാഫി അലൽ ഹഖ് വബിൽ ഹഖ്, എപ്പോഴും സത്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി നിൽക്കാൻ, സത്യത്തിന്റെ ആൾക്കാർ ഹക്കിന്റെ കൂടെ നിൽക്കാനും ഹക്കിന് വേണ്ടി നിലകൊള്ളാനും അവൻ എപ്പോഴും ആഗ്രഹിക്കുന്നവനായിരിക്കും. എട്ടാമത്തത് നബ്ദുൽ ഫുർഖത്തി വൽ ഇഖ്തിലാഫ്, പരസ്പരം വിദ്വേഷം പരത്തി
പരസ്പരം ഫുർക്കത്തുകൾ ഉണ്ടാക്കി, കക്ഷികൾ ഉണ്ടാക്കി, ഓരോ കക്ഷികൾക്കും അവരുടേതായ രീതികളും സമ്പ്രദായങ്ങളും ഉണ്ടാക്കി ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്ന കാര്യത്തിൽ നിന്നും അവർ പിറകോട്ട് മാറി നിൽക്കും. ഒമ്പതാമത്തത് അൽ ഹിർസു അലാ തഹ്സീലിൽ ഇൽമി നാഫിഅ, നാഫിആയ ഇൽമ് കരസ്ഥമാക്കുന്നതിൽ അതിയായ താല്പര്യം കാണിക്കും. വനശ്രിഹി ബൈനൻ നാസി വദഅവതിഹിം ഇലൈഹി മഅ അസ്സബ്രി അലൽ അദാ ഫീഹി, ആ ഇൽമ് പഠിക്കാനും മനസ്സിലാക്കാനും താല്പര്യം കാണിക്കും, അത് ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാനും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനും താല്പര്യം കാണിക്കും, അതിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്ന പ്രയാസങ്ങളിൽ അവൻ ക്ഷമിക്കും. പത്താമത്തത് അൽ അമലു ബിൽ ഇൽമി, പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യും. ഇങ്ങനെ പഠിച്ചത് ഇങ്ങനെ പറയാനുള്ളതല്ല, അത് അമലിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയാണ് വഹാദിഹിൽ മആലിമു അയ്യുഹൽ അഹിബ്ബ അദില്ലതുഹാ കസീറത്തുൻ ലിമൻ തഅമ്മല നുസൂസൽ വഹ്യൈനി വസീറത്തൻ നബിയ്യി. ഈ 10 കാര്യങ്ങൾ സലഫ് സാലിഹ് മനഹജ് സലഫുകളെ പിൻപറ്റിയ ഒരാൾക്കുണ്ടാകുന്ന പ്രത്യേകതകളായിട്ട് 10 കാര്യങ്ങൾ പറഞ്ഞു. ഈ 10 കാര്യങ്ങൾക്കും ധാരാളം ദലീലുകളുണ്ട്. അദ്ദേഹം ഒരു ഹദീസ് ദലീലായിട്ട് പഠിപ്പിക്കുകയാണ്. وهو حديث العرباض بن سارية. ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത, അല്ലാഹുവിന്റെ റസൂൽ നമ്മെ ഉപദേശിച്ചു. വജിലത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശത്തിൽ നിന്നും ഹൃദയങ്ങൾ ഒന്ന് പേടിച്ച് വിറച്ചു. വദറഫത് മിൻഹൽ ഉയൂനു, കണ്ണുകൾ കരഞ്ഞു. ഫഖുൽനാ യാ റസൂലല്ലാഹ് കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിന, നമ്മൾ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, ഇതൊരു വിടവാങ്ങൽ പ്രസംഗം പോലെയുണ്ടല്ലോ, നമുക്ക് ഉപദേശിച്ച് നമുക്ക് എന്താണ് വസിയത്ത് നൽകുന്നത്? ഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. വസ്സംഇ വത്താഅ, നിങ്ങളുടെ അമീറിനെ അനുസരിക്കാനും അതുപോലെ തന്നെ കേൾക്കാനും ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. വഇൻ തഅമ്മറ അലൈക അബ്ദുൻ, നിങ്ങൾക്ക് മേൽ ഒരു അടിമയാണ് നേതാവായിട്ട് അമീറായിട്ട് വരുന്നതെങ്കിലും അവനെ അനുസരിക്കാനും കേൾക്കാനും ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യുന്നു. ഫഇന്നഹു മൻ യഇശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എന്റെ സന്മാർഗം സിദ്ധിച്ചവരായ സഹാബാക്കളുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. അദ്ദു അലൈഹാ ബിന്നവാജിസ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാതിൽ ഉമൂർ, ബിദ്അത്തുകളെ നിങ്ങൾ സൂക്ഷിക്കുക, പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക. അഭിപ്രായങ്ങളെയും ചിന്തകളെയും നിങ്ങൾ സൂക്ഷിക്കണം, അതൊക്കെ അതിൽ പെടും. വെറും പ്രവർത്തനങ്ങൾ മാത്രമല്ല, അഭിപ്രായങ്ങള്, ചിന്തകള്, അതൊക്കെ അതിൽ പെടും. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം എല്ലാ ബിദ്അത്തും അത് ളലാലത്താണ്, കാരണം എല്ലാ ളലാലത്തും നരകത്തിലേക്കുള്ളതാണ്. അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹം ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹുവിന്റെ ഒരു ഖൗൽ ഉദ്ധരിക്കുകയാണ്, അൽ ഖൈറു വസ്സആദതു വസ്സലാഹു വൽ കമാലു മുൻഹസിറുൻ ഫീ നൗഐനി ഫിൽ ഇൽമി നാഫിഇ വൽ അമലി സ്സാലിഹ്. അൽ ഖൈറു, എല്ലാ ഖൈറും, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും, വസ്സആദതു, അതുപോലെ തന്നെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിജയം, വസ്സലാഹു വൽ കമാലു, അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്ത് നമുക്ക് ലഭിക്കാനുള്ള എല്ലാ നന്മകളും അതിന്റെ പൂർണ്ണതയിൽ, മുൻഹസിറുൻ ഫീ നൗഐൻ, രണ്ട് കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഒന്ന് ഫിൽ ഇൽമി നാഫിഅ, നാഫിആയ ഇൽമ്, ദീൻ പഠിക്കുക. ഇൽമ് വലിയ ഇസ്സത്ത് ഉണ്ട്. അള്ളാന്റെ ദീൻ അറിയുക, അള്ളാഹിനെ സംബന്ധിച്ച് അറിയുക, അള്ളാന്റെ ദീൻ അറിയുക, അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ചും സഹാബാക്കളെ സംബന്ധിച്ചും പഠിക്കുക, മനസ്സിലാക്കുക, അതിനൊക്കെ വലിയ ഇസ്സത്ത് ഉണ്ട്. നമുക്ക് അതെന്ത് ചെയ്യാം, എല്ലാ മേഖലയിലും എല്ലാ ഖൈറുകളും ആ ഒരു ഇൽമു കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ വൽ അമലി സ്വാലിഹ്, അമലു സ്വാലിഹാത്തുകൾ, നന്മകൾ വർദ്ധിപ്പിക്കുക. ഈ രണ്ട് കാര്യത്തിലാണ് ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറുകളും വിജയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. മൊത്തത്തിൽ സലഫി മൻഹജ് എന്താണെന്ന് ചെറിയ രീതിയിൽ വിശദീകരിച്ചു. ഖുർആന്, സുന്നത്ത്, ഫഹ്മു സഹാബ, ഈ രണ്ടും ദലീലായിട്ട് ഉദ്ധരിക്കുമ്പോൾ
ഏത് വിഷയത്തിലാണെങ്കിലും ദലീലായിട്ട് ഉദ്ധരിക്കുമ്പോൾ സഹാബാക്കൾ എങ്ങനെയാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് ആ രീതിയിൽ മനസ്സിലാക്കാനാണ് ഫഹ്മു സഹാബ. അതാണ് സലഫി മൻഹജ്. അവർ കാണിച്ചുന്ന ഒരു മാർഗമുണ്ട്, ആ മാർഗത്തിലേ പോവുക, എവിടെയും തെറ്റാതെ എവിടെയും മാറി ചിന്തിക്കാതെ ആ ഒരു മൻഹജിൽ ഉറച്ചു നിൽക്കുക. അതാണ് സലഫി മൻഹജ്. അവർക്ക് മാത്രം നാളെ ആഖിറത്തിൽ വിജയം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഈ ഒരു ദീനിൽ അടിയുറച്ചു നിൽക്കാൻ, ഈ ഒരു മനഹജിൽ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.